നല്ല കൊഴുപ്പോട് കൂടിയുള്ള കടലക്കറി നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇതുപോലെ നല്ല കൊഴുപ്പുള്ള, അതായത് തേങ്ങ അരക്കുകയോ കടല അരച്ച് ചേർക്കുകയോ ചെയ്യാതെ തന്നെ നമുക്കൊരു കടലക്കറി തയ്യാറാക്കാം. അതിനു വേണ്ടി തലേന്ന് കടല വെള്ളത്തിലിട്ട് ഒരു 8-9 മണിക്കൂർ വെള്ളത്തിലിടുക. അതിനുശേഷം രാവിലെ കടല കഴുകി അതിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് വെള്ളവും ഉപ്പും ആഡ് ചെയ്തിട്ട് നമുക്ക് കുക്കറിൽ വേവിക്കാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ഒന്ന് കുറച്ചിട്ടൊരു 5-10 മിനിറ്റ് മതി, കൂടിയ 10 മിനിറ്റ്. അപ്പോഴത്തേക്കും അത് വെന്തിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് കടുക് വറുക്കാം. കടുക് പൊട്ടിച്ച് വേപ്പിലയിട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ നമ്മൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മല്ലിപ്പൊടിക്ക് കുറച്ച് കുത്തുണ്ടാവുമല്ലോ, അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് നേരം ഇളക്കി കൊടുത്തതിൻ്റെ പച്ചമണം മാറുന്നതിന് ശേഷം നമുക്ക് കടല വേവിച്ചത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക്. എന്നിട്ട് തിളച്ചതിന് ശേഷം കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് കുറച്ച് സിമ്മിലിട്ടിട്ട് നമുക്കത് ഒരു ഡ്രൈ പോലെ ആവും. കണ്ടോ, നല്ല കൊഴുപ്പോട് കൂടി കടലക്കറി തയ്യാറായി. കടല അരക്കുകയോ തേങ്ങ അരക്കുകയോ ഒന്നും വേണ്ട, നമ്മുടെ കടല അടിപൊളിയായിട്ട് റെഡിയായി കഴിഞ്ഞു. ഞാൻ ഇതിൻ്റെ കൂടെ പൂരിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നല്ല അടിപൊളി പൂരിയും കടലക്കറിയും ഇതിന് നല്ല കോമ്പിനേഷനാണ്. അങ്ങനെ കഴിക്കാൻ പോവുകയാണ്. പൂരിയും കടലക്കറിയും നല്ല കൊഴുപ്പോട് കൂടിയുള്ള കടലക്കറിയാണ്. വളരെ ടേസ്റ്റി ആയിരുന്നു. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം. കടലക്കറി സൂപ്പറായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.